വോട്ട് എന്ന് പറയുമ്പോൾ, അതായത് ഇലക്ഷൻ ടൈം ആകുമ്പോഴത്തേക്ക് പലരും പുച്ഛത്തോട് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തിനാണ് വോട്ടിടുന്നത്, ഞാൻ വോട്ടിട്ടാലും ഇല്ലെങ്കിലും എന്താ, അതായത് ആര് ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടാലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. പക്ഷെ ആ ചിന്താഗതി ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമുക്കങ്ങനെ ജീവിക്കാൻ പറ്റുമോ? നമുക്കൊരു ഭരണകൂടം, ഒരു പ്രതിപക്ഷവും, അങ്ങനെ പല കാര്യങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഇതെല്ലാം കൂടെ ഒത്തൊരുമിക്കുമ്പോഴാണ് നമ്മൾ ഇന്ത്യയിലെ കേരളം എന്ന സംസ്ഥാനത്തിൽ പോലും നല്ല രീതിയിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നത്. കാരണം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു രാജഭരണമോ സ്വേച്ഛാധിപത്യ രാജ്യമോ ഒന്നുമല്ല, ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഒരു പ്രധാന ഘടകം ആണ് വോട്ടെന്ന് പറയുന്നത്. അത് നമ്മുടെ അവകാശമാണ്. ആ അവകാശം നമ്മൾ വോട്ട് ചെയ്യാതിരിക്കുമ്പോൾ നമ്മളോട് തന്നെ കാണിക്കുന്ന നീതികേടാണ്. അതായത് നമ്മളെ വോട്ട് ചെയ്ത് ജനങ്ങളെ തിരഞ്ഞെടുക്കുന്ന എന്തിനാണ്? നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾ, നമ്മുടെ അവകാശങ്ങൾ, അതൊക്കെ നമുക്ക് നേടിത്തരുന്നതിനും നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കുന്നതിനുള്ള ഒരു സംരക്ഷണം, നമ്മുടെ ജോലി, അങ്ങനെ പല കാര്യങ്ങളും ഇതിനെ ബാധിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അല്ലാതെ ഒരു വോട്ട് കൊണ്ട് എന്ത് എന്ന ചിന്ത തെറ്റാണ്. ഒരു വോട്ടിന് അത്രത്തോളം മൂല്യമുണ്ട്. നമ്മളൊരു മറ്റുള്ള ഇങ്ങനെ രാജകീയ ഭരണ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് എന്തെങ്കിലും പറയാനോ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനോ പറ്റുമോ? ഇതൊരു ജനാധിപത്യ രാജ്യമായതുകൊണ്ടല്ലേ നമുക്ക് നമ്മുടെ അവകാശങ്ങൾക്കായാലും ഒരു കോടതി ആയാലും എന്തും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യമുള്ളത്. അപ്പം നമ്മൾ ഈ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് ആരെയാണ്? നമ്മുടെ തന്നെ പ്രതിനിധികളെ തന്നെയാണല്ലേ. അതായത് നാം തന്നെയാണ് ആ നിൽക്കുന്ന പ്രതിനിധി എന്ന് ചിന്തിച്ച് വേണം വോട്ട് ചെയ്യാൻ. അപ്പം നമ്മൾ ആ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. നമുക്ക് പല സ്ഥാനാർത്ഥികളും കാണും. നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? എൻ്റെ രാഷ്ട്രീയം ഇന്നതാണ്, എൻ്റെ അച്ഛൻ്റെ പാർട്ടി ഇന്നതാണ്, എൻ്റെ അമ്മയുടെ പാർട്ടി ഇന്നതാണ് എന്നുള്ളതല്ല. നമ്മൾ വ്യക്തമായിട്ട് വോട്ട് കൊടുക്കുമ്പോൾ നോക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ LDF ആയാലും UDF ആയാലും BJP ആയാലും ഇതിൽ നിൽക്കുന്ന പാർട്ടിയിലെ സ്ഥാനാർത്ഥി ആര് വന്നാലാണ് നമുക്ക് നാടിനും നേട്ടം, ഉയർച്ച ഉണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടെത്തി പഠിച്ചിരിക്കണം. കാരണം നമ്മൾ വോട്ട് കൊടുക്കാൻ പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ വോട്ടെന്ന് പറയുന്നത് തെറ്റായ ഒരാൾക്ക് കൊടുക്കരുത്. നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ആരോ അവരായിരിക്കണം ജയിക്കേണ്ടത്. അത് ഇന്ന പാർട്ടിയിലെ ആൾ ജയിച്ചാൽ രക്ഷപ്പെടും, ഇന്ന പാർട്ടിയിലെ ആൾ ജയിച്ചാൽ അങ്ങനെയല്ല. ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ വ്യക്തി ആ പാർട്ടിയിൽ ജയിച്ചാൽ എന്തായിരിക്കും നമ്മുടെ സമൂഹത്തിന് നേട്ടം, അത് മനസ്സിലാക്കി ആ വ്യക്തിയെ കൂടെ നമ്മൾ അവരുടെ ക്യാരക്ടറും കൂടെ മനസ്സിലാക്കി വേണം വോട്ട് ചെയ്യാൻ. അത് മനസ്സിലാക്കാൻ നമുക്ക് ഇഷ്ടം പോലെ സമൂഹത്തിൽ ഇറങ്ങി കിട്ടും. അതായത് അവർ ആർക്കൊക്കെ എന്തൊക്കെ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ടെന്നതും പലതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന വ്യക്തി ഒളിച്ച് ജീവിക്കുന്ന വ്യക്തിയല്ല, അത് സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്താണെന്നും അദ്ദേഹം പാർട്ടിയിൽ എന്തൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ വോട്ട് കൊടുക്കണം. കാരണം നമ്മൾ കൊടുക്കുന്നതൊരു പോസിറ്റീവാണല്ലേ രാജ്യത്തിന്. വോട്ടെന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ ആ പോസിറ്റീവ് എനർജി ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ആ നമ്മളെന്ന് പറയുമ്പോൾ ശരിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ വോട്ട് കൊടുക്കണം. ഈ വോട്ടെന്ന് പറയുന്നത് ഒരിക്കലും അവകാശമുള്ളവർ ഇടാതിരിക്കരുത്. അത് നമ്മുടെ രാജ്യത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. നമ്മൾ ജയിപ്പിച്ച് വിടുന്ന ഈ ജനപ്രതിനിധികൾ തന്നെയല്ലേ നമുക്ക് ഓരോ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരോട് പറയും നമുക്ക് ഇന്ന കാര്യം ചെയ്യണം, ഇന്ന കാര്യം ചെയ്യണം? ഇത് നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത് വിടുന്ന വ്യക്തികളുണ്ട്. അത് പഞ്ചായത്ത് തലത്തിലായാലും കോർപ്പറേഷൻ തലത്തിലായാലും മുനിസിപ്പാലിറ്റി തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും രാജ്യാന്തര തലത്തിലായാലും അങ്ങനെ ഒരു ജനപ്രതിനിധികൾ ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇത്രയും സുരക്ഷിതമായിട്ട് ജീവിക്കുന്നത്. കാരണം എല്ലാത്തിനും ഒരു ചിട്ട, അച്ചടക്ക ബോധം എല്ലാം ആ ഭരണഘടനയിലുണ്ട്. അപ്പം ഭരണഘടന എന്താണ് ആവശ്യപ്പെടുന്നത്? വോട്ട് നൽകാൻ തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആ ഭരണഘടനയുടെ എന്താ പറയുക, അതിനെ ബഹുമാനിച്ചുകൊണ്ട് വോട്ട് ഉള്ളവർ വോട്ടിടുക തന്നെ വേണം. ഒരിക്കലും വോട്ടിടാതെ സ്വയം ആത്മഹത്യ ചെയ്യുന്ന രീതിയിലോട്ട് പോകരുത്. നമ്മുടെ രാജ്യത്തിന് വേണ്ട വളരെ
വിലപ്പെട്ട ഒന്നാണ് വോട്ടെന്ന് പറയുന്നത്. അതിൻ്റെ മൂല്യം ഇല്ലാതാക്കരുത്.